സ്വത്തോ 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 കാണിക്ക് മുഖം കാണിക്ക് സ്വത്തിന് മുഖം കാണിക്ക് 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 കൈമാറ്റ് കൈമാറ്റ് ോട് പറയുന്നത് കാണ് എന്ന് പറയുന്നത് അതാണ് സീതാർകുണ്ട് മലനിരകൾ കേട്ടോ. ആറിന്റെ മുകളിലാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. അത് റിച്ചു ആൻഡ് കുമ്പാടി ആൻഡ് ടിവേഷ ആൻഡ് മീ. നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേജ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനും ട്യൂബ് നമ്മുടെ മൊത്തം ഫാമിലി ഇപ്പൊ നിൽക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായ ഹനുമാൻ കൈൻഡ് റണ്ണിറ്റപ്പ് എന്ന സോങ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്. ഈ ലൊക്കേഷൻ ശരിക്കും എന്ന് പറയുന്നത് കൊല്ലംകോടാണ്, പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ്. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ് കേട്ടോ. ഇത് പൊതുവെ അറിയപ്പെടുന്നത് ചിങ്ങഞ്ചിറ ക്ഷേത്രം എന്നാണ്. സോ അതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാ വർഷങ്ങളും വരുന്നത്. ഇവിടെ വന്നിട്ട് കൂടടയ്ക്കും. നമ്മൾ ഇടുപ്പിൽ കെട്ടുന്ന ചരടൊക്കെ വെച്ച് പൂജിച്ച് കെട്ടുന്ന കൂടടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം ഞങ്ങളുടെ മൊത്തം ഫാമിലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അന്നത്തെ കാലഘട്ടത്തൊക്കെ വരുന്ന പറയുമ്പോൾ ഇവിടെ ഭയങ്കര ട്രെക്കിംഗ് പോലെയാണ്. ഇവിടെ നിന്ന് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം റോഡൊക്കെ വന്ന് ഇപ്പൊ ഞങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്. ഇന്നലെ നല്ലൊരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കൂളായിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടും പൂജ കഴിച്ചിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ പാലക്കാട് പൊതുവെ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് വി ആർ സേഫ്. ഞങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, നോബഡി ഈസ് ദേർ, വി ആർ ഫാസ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടെ എത്രത്തോളം തിരക്കുണ്ടെന്നത്. ഇത് മെയിൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ചുറ്റോട് ചുറ്റും ആലുമരങ്ങളാണ്. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വള്ളികളോട് കൂടിയിട്ടുള്ള ആലുമരങ്ങളാണ്. ഈ കാണുന്ന ഈ വള്ളി ഉണ്ടല്ലോ, ഇതിലെല്ലാം പിടിച്ച് ഊഞ്ഞാലാടും. കുറെ കഴിഞ്ഞ് കുറെ ആൾക്കാരൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ, കാണാൻ നല്ല രസമായിരിക്കും. അതെല്ലാം കാണിച്ചു തരാം. ഇത് ഒരുപാട് സിനിമയിലെ ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. കളിയാട്ടം സിനിമ, സുരേഷ് ഗോപിയുടെ കളിയാട്ട സിനിമ വന്നിട്ടുണ്ട്. വടിവേലിന്റെ വിന്നർ എന്ന് പറയുന്ന സിനിമയില്ലേ, ഇതിന് മുകളിലാണ് വടിവേലിന്റെ കെട്ടിത്തൂക്കിയിട്ട് മറ്റേ ഊഞ്ഞാല് പോലെ ഇറക്കുന്നതൊക്കെ ഈ ഭാഗത്താണ്. പിന്നെ ഒത്തിരി സിനിമകളിലും ഒത്തിരി ആൽബങ്ങളിലും ഈവൻ സന്തോഷ് പണ്ഡിത്തിന്റെ ഒരു ഭക്തിഗാനം വരെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വീടുകളൊക്കെ കേട്ടോ, അതായത് നമ്മൾ വഴിപാട് ചെയ്യാൻ, നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ വീടൊക്കെ കെട്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരു വീടൊക്കെ നമ്മളിവിടെ കറുപ്പുമുത്തിന് സമർപ്പിച്ചതാണ് കുറെ ആൾക്കാർ. അതേപോലെ പല വഴിപാടുകളും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീടാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. വീട്, തൊട്ടില്, അതിനെന്തൊക്കെയുണ്ട്, വണ്ടി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ ടേബിളെല്ലാം വാടകയ്ക്ക് കേട്ടു കേട്ടോ. നമ്മൾ 2 ടേബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിളും 8 ചെയറും. സോ 100 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാനൊരു മോഹൻലാൽ സ്റ്റൈൽ എന്താണെന്നറിയാം, ഇവിടെ ചെറുതാണ്, അതുകൊണ്ട് എങ്ങനെ പിടിക്കണം. പിന്നെ എങ്ങനെയായ മാമ്പുടി ഞങ്ങൾ അങ്ങോട്ട് പോകാം. അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. ോട് പറയുന്നത് കാണ് എന്ന് പറയുന്നത് അതാണ് സീതാർകുണ്ട് മലനിരകൾ കേട്ടോ. അവിടെ വെള്ളം നല്ല മഴയായതുകൊണ്ട് നല്ല വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നമുക്കിവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ടിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, കാരണം നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയാകും, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ ഈ മലനിര നോക്കി, വളരെ ബ്യൂട്ടിഫുൾ. ദിസ് ഇസ് ഓൺലി ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. ഇതൊരു കുഞ്ഞു തവള കുളം പോലെയുള്ള ഒരു തവള കുഴിയായിട്ടാ, ചെറിയ ചെറിയ വാഴ തവളയുള്ളത്. പക്ഷെ അതിന്റെ മുകളിൽ നോക്കി ലെഫ്റ്റ് സൈഡ് കാണാം 2 കുഞ്ഞു ഓടിട്ട് വീടുകൾ, ജനാലയൊക്കെ ആയിട്ട്. അതായത് നമ്മുടെ ശരിക്കും പാറന്റെ മുകളിലാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതിനപ്പുറത്ത് തന്നെ 2 മരങ്ങളും കുറെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ സംഭവം. ഇതൊക്കെ നമ്മുടെ പാലക്കാട്. അത് തൊഴുത്താട്ടോ ഈ കാണുന്നത്. തൊഴുത്തെന്ന് വെച്ചാൽ മനസ്സിലായി നിങ്ങൾക്ക് എന്താണെന്നുള്ളൂ. പശുവിന് കിട്ടുന്ന സ്ഥലം, ഏരിയ, അതിനെയാണ് തൊഴുത്തെന്ന് പറയുന്നത്. പിന്നെ ഈ വീട് നോക്കിക്കുക, ആ വീടിന്റെ ഫ്രണ്ടിൽ കാറുണ്ട്, ഒരു മാരുതി കാർ. അതൊക്കെ കാണാൻ നല്ല ലുക്കല്ല. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പാലക്കാട് സ്റ്റൈല് തിരിച്ചു കിട്ടിയ പോലെ. ഇത് കുറച്ച് ഏരിയകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാ ഭാഗങ്ങളിലും ഇല്ല പാലക്കാട് ജില്ലയിൽ. ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വീടുകളും ഇങ്ങനെയുള്ള പാറന്റെ മുകളിലുള്ള വീടുകളൊക്കെ. പക്ഷെ വെയിൽ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും ഈ വീടിന്, കാരണം പാറയിലല്ലേ വീടിരിക്കുന്നത്. റിച്ചു ആൻഡ് കുമ്പാടി ആൻഡ് ടിവേഷ ആൻഡ് മീ. Come on. സോ ഇതാണ് നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങയും ഇറച്ചിയും കേട്ടോ. സ്പെഷ്യലാണ് പാലക്കാടൻ കുമ്പളങ്ങ ഇറച്ചി. നമ്മുടെ ഒരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കും.
സ്വത്തു ഇവര് രണ്ടുപേരാണ് യൂട്യൂബ് ഇതിൽ വരാത്തത്. അല്ല ഇവനിപ്പോ മടിയൊക്കെ മാറി. സ്വത്ത് 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 കാണിക്ക് മുഖം കാണിക്ക്. സ്വത്തിന് മുഖം കാണിക്ക്. കാണിക്ക് കാണിക്ക് കാണിക്ക്. കൈമാറ്റ് കൈമാറ്റ്. മിടുക്ക കണ്ട അവനോട് ടീഷർട്ട് കഴിക്കുക. മിടുക്കനാണ് കുമ്പാട് മിടുക്ക. എന്താണ്ടാ അല്ല എരിഞ്ഞു ചുണ്ടു പോണ. അവനല്ലേ ഇറച്ചിയില്ല, ഇറച്ചി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിട്ട് കഴിക്കുന്നത് എരിഞ്ഞിട്ട്. അവന് ചുണ്ട് നോക്കി. അപ്പോ ഞാനും ടിവും അമ്മയും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ്. ഇതാണ് 2 തരം ചിക്കൻ ഉണ്ട്. പൂജ കഴിച്ചിട്ട് നമ്മൾ പൂജ കഴിക്കാൻ വേണ്ടി കറി വെക്കുന്നതിൽ ഉപ്പും മുളകൊന്നും നോക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വെച്ചതാണ്. പക്ഷെ നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ ഉപ്പും മുളക് നോക്കിയത് അതും നല്ല ടേസ്റ്റ്. സോ ഇത് പച്ചരി ചോറാണ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ശകലം മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കിടിലൻ കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.